ചിത്രത്തിന്റെ ചാരുതയിൽ അക്ഷരങ്ങൾക്ക് ജീവൻ നൽകുന്ന കലയാണ് കലിഗ്രഫി. വെറും വാക്കും വരയും മാത്രമല്ല, ലക്ഷണമൊത്ത കലാരൂപങ്ങളാക്കി അവയ്ക്ക് വികാര വിചാരങ്ങൾ കൂടി പകരുന്നവരാണ് കലിഗ്രാഫർമാർ. കലിഗ്രഫി വഴിയിലൂടെ മലയാളികളെ ആദ്യമായി നയിച്ച വ്യക്തിയാണ് ആർട്ടിസ്റ്റ് നാരായണ ഭട്ടതിരി. കലിഗ്രഫി എന്ന് പറയുന്നത് ഡിക്ഷണറിയിലൊക്കെ സുന്ദരമായ കൈപ്പട എന്നാണ്. മുമ്പ് കാലത്ത് അച്ചടി വരുന്നതിന് മുമ്പ് നമുക്ക് സാഹിത്യകൃതികളുമൊക്കെ കോപ്പി എടുക്കണമെന്നുണ്ടെങ്കിൽ പകർത്തി എഴുതുക മാത്രമാണ് മാർഗം. അപ്പോൾ അത് അക്കാലത്ത് നല്ല വൃത്തിയായി എഴുതി സൂക്ഷിക്കുക എന്നൊരു രീതിയുണ്ടായിരുന്നു. പക്ഷേ അച്ചടിക്ക് ശേഷം വന്നപ്പോഴത്തേക്കും കലിഗ്രാഫിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ കലിഗ്രാഫി വെറും എഴുത്ത് മാത്രം അല്ല, ചിത്രകലയോടൊപ്പം തന്നെ വളർന്നിരിക്കുന്ന ഒരു പ്രത്യേക കലാരൂപമായി തന്നെയാണ് വരുന്നത്. അരനൂറ്റാണ്ടിലേറെയായി കയ്യെഴുത്തിന്റെ വിശാലമായ ക്യാൻവാസിൽ തന്റെ തൂലിക ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. മലയാളത്തിൽ ഏറ്റവും പ്രചാരം ലഭിച്ച പല കൃതികളുടെയും സിനിമകളുടെയും തലക്കെട്ടുകൾ നാരായണ ഭട്ടതിരിയുടെ കൈപ്പടയിൽ വിരിഞ്ഞതാണ്. 10-25ഓളം സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ ടൈറ്റിലുകൾ, സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്ന ടൈറ്റിൽ കാർഡുകൾ, അതൊക്കെ ഇപ്പോഴാണ് ഡിജിറ്റലായത്. മുമ്പ് കൈകൊണ്ട് എഴുതുന്ന ഒരു രീതിയായിരുന്നു. അങ്ങനെ കുറേ സിനിമ, പത്മരാജൻ്റെ ഒക്കെ സിനിമകൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ എന്ന് നിൻ്റെ മൊയ്തീന്, നിഴൽ, അങ്ങനെ പല സിനിമയ്ക്കും വേണ്ടിയിട്ട് ടൈറ്റിലുകൾ എഴുതിയിട്ടുണ്ട്. ഇതുകൂടാതെ ഒരു 3000ഓളം പുസ്തകങ്ങളുടെ പുറംചട്ട ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കാലിഗ്രഫിയിൽ ജീവിതം സമർപ്പിച്ചതിലൂടെ ഒട്ടേറെ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പലതും അന്യനാട്ടിൽ നിന്നാണെന്ന് മാത്രം. കഴിഞ്ഞ മാസം SBT ഓർമ്മക്കൂട് എന്ന് പറയുന്ന അവിടെ നിന്നാണ് ആദ്യമായിട്ട് എനിക്ക് ഇന്ത്യയിൽ നിന്ന് ഒരു പുരസ്കാരം കിട്ടുന്നത്. ഇന്ത്യക്ക് പുറത്തുനിന്നാണ്. സൗത്ത് കൊറിയയിൽ നിന്ന് ജിഗ്ജി എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ അവിടെ സൗത്ത് കൊറിയ നടത്താറുണ്ട്. അപ്പോൾ ആ ജിഗ്ജി ഫെസ്റ്റിവലിന് പല സെക്ഷനുണ്ട്. അതിലൊന്ന് കലിഗ്രാഫിയാണ്. കലിഗ്രാഫിയുടെ ഫെസ്റ്റിവലിൽ ആദ്യമായിട്ട് ഒരു അവാർഡ് കിട്ടുന്ന ഇന്ത്യക്കാരൻ ഞാനാണ്. അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് 3 പ്രാവശ്യം അവാർഡ് കിട്ടിയിരുന്നു. പിന്നെ വേറെ സന്തോഷമുള്ള ഒരു കാര്യം, ചൈനയിൽ ഹർബിൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കലിഗ്രാഫി സ്റ്റോൺ പാർക്കുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള 2 കലിഗ്രാഫി മാത്രമേ അവിടെയുള്ളൂ. ഒന്ന് രവീന്ദ്രനാഥ ടാഗോറിൻ്റേതും മറ്റേത് എൻ്റേതും. കൈപ്പടയുടെ സൗന്ദര്യാത്മക വികസനത്തിന്റെ പ്രചരണം ലക്ഷ്യമിട്ട് സംസ്ഥാനത്താദ്യമായി കലിഗ്രഫി ആർട്ട് ഗാലറി തലസ്ഥാനത്ത് തുടങ്ങിയതും ഭട്ടതിരിയാണ്. കച്ചടത്തപ്പ എന്നാണ് ഞാൻ ഗാലറിക്ക് പേരിട്ടിരിക്കുന്നത്. എൻ്റെ ആദ്യകാലത്തെ എക്സിബിഷനും എല്ലാം ഈ കച്ചടത്തപ്പ എന്നുള്ള പേരിലായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ ഈ വർക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കൊക്കെ ഒറിജിനൽ കാണാനൊരു താല്പര്യം. എപ്പോഴും ആർട്ടിസ്റ്റിൻ്റെ ഒറിജിനൽ വർക്ക് കാണാൻ എല്ലാവർക്കും താല്പര്യമാണ്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ 2022 ഓഗസ്റ്റ് 1-ാം തീയതിയാണ് ഈ ഗാലറി തുടങ്ങിയത്. ഈ കലിഗ്രാഫിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ കലിഗ്രാഫിക്ക് വേണ്ടി വേറെ ആർട്ട് ഗാലറികളില്ല. കലിഗ്രാഫിയുടെ എക്സിബിഷൻ ധാരാളം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ കലിഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ള ഏക ഗാലറിയാണ് ഇത്. സുന്ദരമായ കൈപ്പട എന്നാണ് കലിഗ്രഫിയുടെ അർത്ഥമെങ്കിലും അക്ഷരങ്ങൾ കൊണ്ടുള്ള കലാരൂപമാണ് കലിഗ്രഫി എന്ന് പഠിപ്പിക്കുകയാണ് നാരായണ ഭട്ടതിരി. ഇപ്പോൾ പെയിൻറ്റിങ് പോലെ അല്ല, പെയിൻറ്റിങ്ങിനാകുമ്പോൾ ബ്രഷ് തന്നെ പല വലിപ്പത്തിലുള്ള ബ്രഷ് മതിയാകും. ഇതിന് അങ്ങനെയല്ല, ധാരാളം ടൂളുകളുണ്ട്. അപ്പം ആ ടൂളുകൾ ഓരോന്നിനും ഓരോ രീതിയിലാണ് അതിൻ്റെ പ്രയോഗ രീതിയൊക്കെ. അപ്പോൾ അങ്ങനെ വന്നപ്പം അതും നമ്മുടെ ഈ വർക്കിനെ നല്ലപോലെ സ്വാധീനിക്കുകയും വർക്കിനെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. വേറൊരു വലിയ വിഷമമുള്ളത്, ഈ കലിഗ്രാഫി ടൂളുകളൊന്നും കേരളത്തിൽ കിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിൽ കിട്ടാത്തതിൻ്റെ കാരണം കേരളത്തിൽ കലിഗ്രാഫി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എല്ലാം ഓൺലൈനിലാണ് മേടിക്കേണ്ടി വരുന്നത്. ബിബിനോടൊപ്പം ആഷൻ ഡിയേഗോ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.